ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ ഗൈസ്. സോ ഗൈസ്, ഞാൻ ഇന്നിവിടെ തുടങ്ങാൻ പോകുന്നത് മൈൻക്രാഫ്റ്റിൻ്റെ ഹാർഡ് കോർ സീരീസാണ് ഗൈസ്. സോ ഗൈസ്, നമുക്ക് ഫസ്റ്റ് തന്നെ വേൾഡ് ക്രിയേറ്റ് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യാം ഗൈസ്. ഞാൻ വേൾഡ് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. ഓക്കെ, ക്രിയേറ്റ് ന്യൂ വേൾഡ്. ഓക്കെ ഗൈസ്, നമുക്ക് നമ്മുടെ വേൾഡിൻ്റെ പേര് നമ്മുടെ ചാനൽ തന്നെ കൊടുക്കാം. ചാനൽ അല്ലേ വേണ്ട ഗൈസ്, നമുക്ക് ഹാർഡ് കോർന്ന് തന്നെ കൊടുക്കാം ഗൈസ്. ഹാർഡ് കോർ. ഓക്കെ ഏട്ടാ ഗൈസ്, ഇനി നമുക്ക് നമ്മൾ ഹാർഡ് കോർ മോഡ് അപ്ലൈ ചെയ്യട്ടെ ഗൈസ്. നമ്മൾ ഡിഫിക്കൽട്ടി ഹാർഡിലിട്ടു. റിസോഴ്സ് പാക്കിൽ കുറേ ഷെയ്ഡേഴ്സിൻ്റെ പക്ഷേ നമുക്ക് വേണ്ടത് ഹാർഡ് കോർ മോഡാണ് ഗൈസ്. ആക്റ്റീവിൽ ഇപ്പോൾ കിടക്കുന്നുണ്ടാവും. ഓക്കെ, ആക്റ്റീവിൽ കിടക്കുന്നുണ്ട്. ഇനി ബിഹേവിയർ പാക്കിൽ ഓൾറെഡി ആക്റ്റീവായി കിടക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ വേൾഡ് ക്രിയേറ്റ് നോക്കാം. സോ ഗൈസ്, നിങ്ങൾക്ക് ഈ ചാനൽ പറ്റുമെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യട്ടെ ഗൈസ്. എനിക്കിങ്ങനെ സീരീസ് കണ്ടിന്യൂ ചെയ്യുന്ന ആഗ്രഹമുണ്ട് ഗൈസ്. അപ്പോൾ നിങ്ങൾക്കും ഈ സീരീസ് കണ്ടിട്ട് നല്ല രസം തോന്നുകയാണെങ്കിൽ ഗൈസ് ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. സോ നമ്മുടെ വേൾഡ് ലോഡ് ആവുന്നുണ്ട്. ഓക്കെ ഗൈസ്, നമ്മുടെ ഹാർഡ് കോർ മോഡാണ് ഗൈസ് സെറ്റ് ആയിരിക്കുന്നത് ഗൈസ്. ഇത് ചത്താൽ നമുക്കിനി തിരിച്ചു വരാൻ പോകില്ല, തിരിച്ചു വരാൻ പറ്റില്ല. സോ ഗൈസ്, നമുക്ക് ഫസ്റ്റ് നമുക്ക് വുഡ് പൊട്ടിച്ച് തുടങ്ങാം ഗൈസ്. ചടങ്ങ് തീർത്തേക്കാം. ഈ മരം അത് പൊട്ടിച്ചാട്ടെ എന്നിട്ട് കാണാം. ഓക്കെ, സോ ഗൈസ്, ഞാൻ വുഡ് കളക്ട് ചെയ്ത് 24 വുഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഓക്കെ, ഇനി ഗൈസ് നമുക്ക് രണ്ട് ഗൈസ് അപ്പുറത്ത് തന്നെ നമ്മുടെ അടുത്ത് സ്റ്റോൺ ഉണ്ട് കേട്ടോ. അപ്പൊ ഞാനിപ്പോ ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കട്ടെ. ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, അയ്യോ മറ്റേ സ്റ്റിക്കില്ല അല്ലേ. ഓക്കെ, നമുക്കൊരു ഇതെടുക്കാം. പിക്കാക്സ് ഉണ്ടാക്കിയിട്ട് ഞാനിപ്പോൾ ആദ്യം 3 സ്റ്റോൺ മൈൻ ചെയ്യാണ് പ്ലാൻ. 3 സ്റ്റോൺ മൈൻ ചെയ്തിട്ട് സ്റ്റോൺ പിക്കാക്സ് ഉണ്ടാക്കാം. എന്നിട്ട് കുറച്ചുകൂടെ സ്റ്റോൺ മൈൻ ചെയ്യാം. സ്റ്റോൺ മൈൻ ചെയ്തിട്ട് എന്നിട്ട് കാണാം. ഓക്കെ ഗൈസ്, മൈൻ ചെയ്ത് ഞാൻ ഒരു സ്റ്റാക്കൊക്കെ ഞാൻ ഇവിടുന്ന് മൈൻ ചെയ്ത് എടുത്തിട്ട് ഗൈസ്. ഇതവിടെ ഞാൻ മൈൻ ചെയ്തേ. ഇനി ഞാൻ ഇവിടുന്ന് ഞാൻ കുറച്ചുകൂടെ ഹാക്സ് എടുത്തിട്ട് പോവാണ് ഗൈസ് പ്ലാൻ. ഓക്കെ കേട്ടോ ഗൈസ്, നമുക്ക് ഒരു മിനിറ്റ് ഗൈസ്, നമുക്ക് സോഡ് വേണം. അവിടെ സോഡ് കിട്ടിയ സോഡ് കിട്ടിയ ഗൈസ്. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഷീപ്പിനെ കണ്ടുപിടിക്കണം ഗൈസ്. ഹാർഡ് കോർ ആണ് ഗൈസ്. നമ്മൾ ചത്ത് കഴിഞ്ഞാൽ തീരും, അങ്ങനെയുള്ള സീനുണ്ട്. അപ്പോ ലേഖടിക്കുന്ന ഞാൻ മിക്കവാറും ടെക്സ്ചർ ഞാൻ കാര്യം വിട്ടുപോയി. ലൈക്ക് ഓക്കെ, ഫുഡിന്റെ ആവശ്യമുണ്ട് നമുക്ക്. കോഴി തന്നെ ഞാൻ പറഞ്ഞിട്ടെ ചോടുണ്ടല്ലോ അല്ലേ. ഓക്കെ ഏട്ടാ, പക്ഷെ നമുക്ക് പ്ലെയിൻ ആയിട്ടുള്ള സ്ഥലം കണ്ടുപിടിക്കണം അല്ലേ. നമുക്ക് ഷീപ്പ് വേണമെങ്കിൽ പ്ലെയിൻ ആയിട്ടുള്ള സ്ഥലം വേണം കേട്ടോ. അത് മറന്നു പോയത്. ഓക്കെ, ഞാൻ പ്ലെയിൻ ആയ സ്ഥലത്ത് എത്തിയിട്ട് വിളിക്കട്ടോ. ഓക്കെ, നമുക്കിവിടെ പന്നിക്കുട്ടീനെ കിട്ടിയിട്ടാ. എനിക്കാണെങ്കിൽ വേൾഡിൽ കൺട്രോൾസ് ശരിയാവുന്നില്ല. ഇങ്ങനെ കളിക്കും ആൾക്കാർ. വെയിറ്റ്, ഞാൻ വെച്ചവന് എന്താ കുതിരക്ക് എന്താ പറയാ ലെതർ ജാക്കറ്റ് ഇല്ലുണ്ട്, ലെതർ ആർമറല്ല പറയാ. ഓക്കെ, ഇവിടെ ഇവിടെ ഷീപ്പിനൊന്നും കാണാനില്ല. മാൻ, ഇത് പണിയാവല്ലോ. അത് കാണുന്ന അത് വുഡായിരുന്നു. ഒക്കേഷൻ തോന്നുന്നു. ഓക്കെ, നമുക്ക് ഇവിടെ നിന്ന് മാറാം കേട്ടോ. ഹാർഡ്കോറാണെങ്കിൽ ഫസ്റ്റിലേ തന്നെ അത് പേടിയാവും. കളിച്ചിട്ട് ടൂവെങ്കിലും ഇറക്കിയില്ലെങ്കിൽ അത് ശരിയല്ല. ഓക്കെ ഗൈസ്, നമുക്ക് ഷീപ്പ് കിട്ടിയിരിക്കുന്നു ഗൈസ്. അങ്ങനെ ഭാഗ്യം ഉണ്ടായിട്ട് നമുക്ക് ഷീപ്പിനെ കിട്ടിയിട്ട് ഗൈസ്. ഓക്കെ, ഇനി ഇതേപോലത്തെ 2 എണ്ണത്തിനെയും കൂടി കണ്ടുപിടിക്കണം.
എനിക്ക് ഞാൻ ചങ്ക്സ് കുറച്ചിട്ട് തന്നെ പതിയെ ലോഡായി വരണേ. അപ്പൊ വെറുതെ ഓടിയാൽ മതി ഇവന്മാരെ കിട്ടാൻ. ഈ ആരായാലും സാറിലൊക്കെ ഫുഡ് നമുക്ക് മുഖ്യമാണ്. ഓ ഇനിയിപ്പോ ആ ഭാഗത്ത് താഴാ ഇത് പ്ലെയിൻ സ്ഥലം തന്നെയല്ലേ പറഞ്ഞാല്. ഞാൻ ഇന്ന് എത്ര കഷ്ടപ്പെട്ടെ. ആ എവിടെ ഇതുപോലെ ഞാനാണെങ്കിൽ ചാടിക്കഴിയുടെ ആക്കൾ ഒന്നാ. ഓക്കെ അവിടെ ഉണ്ടാവുന്ന അവിടെ ഇടാ. ചിലപ്പോ സ്പോണായി വരും. ഇല്ല സോണ ആയില്ല. ഫുഡ് ഞാൻ ഇവർക്കും തട്ടട്ടെ. ഓക്കെ ഏട്ടാ ഗൈസ് നമുക്ക് ഓക്കെ ഏട്ടാ ഗൈസ് നമുക്ക് ദൈവനെയും കൂടി വന്നിട്ട് നമ്മുടെ ഷീപ്പ് ഫണ്ട് ഒന്നുകൂടി തുടങ്ങാം. അല്ല ഡേ എന്തായി? അയ്യ അതിപ്പോ എങ്ങനെ? ഓ സൺസെറ്റ് ആവറല്ലേ. ഓ ഷീപ്പ് എവിടെടാ? ഷീപ്പിനെ കിട്ടാനുള്ള സക്കളി. ആ ഓ ഈ ഷീപ്പല്ല വൈറ്റ് ഷീപ്പ് വേണ്ടത്. കുഴപ്പമില്ല ഏതായാലും ബെഡ് ഉണ്ടാക്കാൻ വൈറ്റ് തന്നെ വേണമല്ലേ. ഓ ആ കണശേ ഒരു ഷീപ്പും ഇല്ല ഇവിടെ. ദൈവമേ ഫസ്റ്റ് ഡേ തന്നെ ഹാർഡ് കോർ തീർന്ന. സ്പോണായി. ഓക്കേടാ സെറ്റ്. ഓക്കെ ഇനി ഒരെണ്ണം കൂടി. ഓ എനിക്ക് ചാവാൻ താല്പര്യമില്ല. ഓ ദേ അടുത്ത സ്പോണായി. ഓക്കെ മച്ചന്മാരെ നമ്മുടെ ഫസ്റ്റ് ഡേ സെറ്റ് ആണ് കേട്ടോ ഗൈസ്. ഇതെന്തോ രണ്ടെണ്ണോ? ഓ ഇപ്പോഴാണ് ഓരോന്ന് സ്പോണായി വരണേ. കേസ് എടുത്ത് വെച്ച് നിനക്ക് ഇപ്പൊ തന്നെ ബെഡ് ഉണ്ടാക്കി വെക്കാൻ കഴിയും. എനിക്ക് വേറൊന്നും രണ്ടാമത്തെ ചിന്ത എനിക്ക് വരുന്നില്ല ഗൈസ്. ഓക്കെ ഏട്ടാ ഞാൻ ബെഡ് ഉണ്ടാക്കട്ടെ. ഓക്കെ ബെഡ്. ഓക്കെ ഏട്ടാ ബെഡ് സെറ്റാണ്. ഓക്കെ ഇനി നമ്മള് എന്താ ചെയ്യണേന്ന് വെച്ചാ വൈകുന്നേരം ആവാറായി. നമുക്കൊരു പ്ലേസ് കണ്ടുപിടിക്കാൻ നോക്കാം. അങ്ങനെ ആ വഴിയിൽ നമുക്ക് ഓ അയ്യോടെ എൻ്റെ എന്തേലും ഉണ്ടോ? ഇല്ല അല്ലേ. ഓക്കെ ഇവനെ ടൈം ചെയ്യാനായിട്ട് എനിക്കൊന്നും പറ്റില്ല കേട്ടോ ഗൈസ്. ശിവന്മാരൊക്കെ തട്ടുന്നുണ്ട് എന്താ. ഓ ചാടല്ലേ എന്റെ പൊന്നു ഗൈസ്. ഞാൻ ഈ അങ്ങോട്ട് ചാടിച്ചാടിയാണ് മിക്ക ചാവാറ്. ഹാർഡ് കോർ ആയാലും ഈ സർവൈവൽ ആയാലും ക്രിയേറ്റീവ് ഇതിന്റെ ചാടിച്ചാടി ചാവാറ് അവസാനം. ഓ ഗൈസ് എനിക്ക് ഫുഡ് കുറേ ഉണ്ട്. അത് നമുക്ക് നൈറ്റ് ആകുമ്പോ സെറ്റ് ആക്കാം ഫുഡ്. മരൊക്കെ ഒന്ന് കൊല്ലട്ടെ. ലേഖടിക്കട്ടാ ലേഖടിച്ച് മിക്കാതെ ഞാൻ അടുത്ത വീഡിയോയിൽ എന്തായാലും ടെക്സ്ചർ പാക്ക് മാറ്റാം ഗൈസ്. അപ്പൊ ലാഗ് കുറയും. അതിനായുള്ള എന്തെങ്കിലും പരിപാടി ഞാൻ നോക്കിയിരിക്കും. മറക്കരുതിട്ട് സപ്പോർട്ട് ചെയ്യുക. എനിക്ക് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിൽ വളരെ സഹായിക്കണം. ഓക്കെ നമ്മള് നൈറ്റ് അങ്ങനെ എത്തിയിട്ടാ. വൈകുന്നേരം ആവാറായി ഗൈസ്. നമ്മളെ ഫുഡ് കളക്ട് ചെയ്തോണ്ടിരിക്കുകയാണ് ഗൈസ്. ഞാൻ കളക്ട് ചെയ്ത് ഓക്കെ നമ്മൾ കളക്ട് ചെയ്ത് അത്യാവശ്യം ഫുഡൊക്കെ ആയിട്ട് നമ്മുടെ കയ്യില്. ഇനി നമ്മൾ എന്താ ചെയ്യണേന്ന് വെച്ചാ നേരെ കിടക്കാനാണ് പ്ലാൻ. പക്ഷേ ഞാനല്ല വെച്ചത്. ഓക്കെ നമ്മൾ കിടന്നു. ഫസ്റ്റ് നൈറ്റ് നമ്മൾ സർവ് ചെയ്തേക്കണേ ഗൈസ്. അപ്പൊ അതായിരുന്നു. ഓക്കെ ഫസ്റ്റ് നൈറ്റ് നമ്മൾ സർവൈവ് ചെയ്തു. ഇനി നമ്മൾക്ക് ഇവിടുന്ന് നമ്മൾ വില്ലേജ് കണ്ടുപിടിക്കാനായിട്ട് പോകണോ? അയ്യോ ഫുഡില്ല. ഓ അയ്യോടാ എൻ്റെ ഇതെവിടെയാ. നമ്മൾ ഫസ്റ്റ് തന്നെ പെട്ടെന്ന് ഈ സ്റ്റോൺ പിക്കൊക്കെ ഉണ്ടാക്കിയിട്ട് പിന്നെ സ്റ്റോൺ പിക്കിനെ മറന്നു പോണ കാര്യം ഞാൻ വിട്ട്. ഓക്കെ നമ്മളങ്ങനെ ഫർണസ് ഉണ്ടാക്കിയിരിക്കുന്നു ഗൈസ്. എന്താ കാര്യം വെച്ചാല് ഫർണസിൽ കത്തിക്കാനായിട്ട് വുഡ് മാത്രമേ ഉള്ളൂ. ഓക്കെ നമ്മൾ വുഡ് 10 കുറച്ച് കത്തിക്കുക. ഒരു മിനിറ്റ് ചാർക്കോളൊന്നും വേണ്ട. ഒരു മിനിറ്റ് ആടുന്നത്. ഓക്കെ സെറ്റ് ബീഫല്ലേ മട്ടൻ ഇരിക്കുന്നുണ്ട്. മട്ടൻ കത്തിയായിട്ട് പിന്നെ ഇവനെ ഞാനൊന്ന് വെട്ടി. ഓക്കെ ഇതെന്താ ഇത് കേവാണോ? ഇത് എൻ്റെ ഇപ്പൊ ഫുഡില്ല. അതൊന്നും ചാടി ഇങ്ങോട്ടും പോകാനും പറ്റൂല.
ഓക്കെ ഏട്ടാ ഗൈസ്, നമുക്ക് ഫസ്റ്റ് ഒരു ബീഫ് കിട്ടിണ്ട്. ഇപ്പൊ തൽക്കാല അത് കഴിഞ്ഞിട്ട് വരാം. ഓക്കെ ഏട്ടാ. നമുക്കിനി വേറെ എന്തെങ്കിലും ഉണ്ടാക്കണോ? നമുക്ക് അയ്യൺ കണ്ടുപിടിക്കാൻ പോകണ്ട ഗൈസ്. അപ്പൊ നമ്മള് എന്താ ചെയ്യണ വെച്ചാലേ, നമുക്ക് അയൺ കണ്ടുപിടിക്കാനാണ് എൻ്റെ പ്ലാൻ. 3 മട്ടൻ നമുക്ക് കുക്കായി കിട്ടിയിട്ടുണ്ട്. നമ്മൾ കഴിച്ചോണ്ടിരിക്കണ്ടേ. ഫുള്ള് കഴിച്ചു ഗൈസ്. റീജനറേഷൻ ഉണ്ടാവാനായിട്ട്, അടുത്തൊന്നും പോയിട്ടുള്ള റീജനറേറ്റ് ആവാനായിട്ട്. നമ്മുടെ സോഡൊക്കെ സെറ്റാണ്. ഞാൻ ഇവിടെ എവിടെ ഒരു വലിയ കേവ് കണ്ടില്ലേ ഗൈസ് നമ്മള്? അത് ഇവിടെ അല്ലേ, ഇവിടെയാണോ അവിടെയാണോ? എന്തായാലും ഇതൊന്നും ആവട്ടെ, നമുക്ക് പോവാം. ഓക്കെ, ഇവിടെ അടുത്ത് എന്തെങ്കിലും ഉണ്ടാവും. ഇവിടെ വീടല്ലേ, എനിക്ക് ഒന്നുമില്ല. തട്ടേ ഇതെന്താ? ഇവിടെ ഇവനെ തട്ടു. ഫുഡാണ് ഗൈസ്, ഫുഡ്. ഞാന് വേൾഡിൽ എന്ത് ചെയ്ത് ഹെൽത്ത് പറയേണ്ടിരിക്കാനാ ഫുഡ് ഉണ്ടാകാൻ. ബാക്കിയുള്ളവരങ്ങനെ ചെയ്യാറ്. വേറെ പിന്നെ അല്ല ചിക്കനാ, ശരി ചിക്കൻ അല്ല മട്ടനാ. ഓക്കെ ഗൈസ്, മട്ടനും ആയിട്ട് ഗൈസ്. നമ്മള് ഈ ഫുഡിനൊന്നും നിൽക്കുന്നില്ല ഗൈസ്, നമ്മളിത് എടുക്കുകയാണ്. ഓക്കെ, വുഡും വുഡൊക്കെ എത്ര പോയിന്റ് അറിയാം. ഓക്കെ ട്ടാ ഗൈസ്, നമ്മള് പോണ വഴിക്ക് ഞാൻ ഫുഡ് കളക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് കോള് വേണം. പിന്നെ എന്തായാലും കേവില് പോയേ പറ്റൂ ഗൈസ്. എന്നുവെച്ചാ ഈ റവീനെ കണ്ടില്ലേ? അതിന് മുന്നേ എവിടെയാണ് ആവുക? ഞാൻ റവീൻ കണ്ടു അവിടെ ഒന്നുകൂടെ ഇപ്പൊ കണ്ടിരുന്നു ഞാൻ പോയേനെ. ഇപ്പൊ എന്തായാലും ഞാനങ്ങനെ പെട്ടെന്ന് ചാണ്ടാക്കുള്ളൊന്നല്ല. നമ്മളിത്തിരി പ്രോ ആണ് ഗൈസ്. അപ്പൊ നമ്മള് ആ ഒരു ഈ ഡയറക്ഷന് പോണോ മേലേക്ക് പോണോ? നമ്മളിപ്പോ ഡയറക്ഷൻ മാറിയിട്ട് ട്രാവൽ ചെയ്യാൻ പോവാണ്. നമ്മള് ഫുഡ് അത്യാവശ്യമുണ്ട്, ബെഡ് ഉണ്ട് കിടന്നുറങ്ങാൻ. ഫുഡൊക്കെ പോണ വഴിക്ക് ഇങ്ങനെ കിട്ടും. പിന്നെ വുഡ് പറിച്ചാൽ പോരെ ഫുഡ് ഉണ്ടാക്കാൻ. ഓക്കെ ഏട്ടാ, നമ്മള് ഇവിടെ മലയുടെ മുകളിലൊക്കെ എത്താറായി. വന്ന വഴിയാണോ നമ്മൾ തിരിച്ചു വന്നോണ്ടിരിക്കണം? അതേലോ. ഷേടാ, ഇത് വലിയ കഷ്ടായല്ലോ. ഞാൻ വന്ന വഴി വന്നത് നന്നായി. നമുക്ക് ഈ റെവിയിൽ ഇറങ്ങാട്ടോ. വെയിറ്റ്, ഞാൻ വാട്ടർ റോക്കറ്റ് എടുക്കാൻ പോയത്, പക്ഷെ വാട്ടർ റോക്കറ്റ് ഇല്ലല്ലോ. നമ്മൾ ഇറങ്ങാനായിട്ട് ഇവിടെ വാട്ടർ എല്ലാം എടുത്തിട്ടുണ്ടോ നോക്കട്ടെ. അങ്ങനെ എന്തേലും ഒരു വഴിയാനായിട്ട് പരിപാടി. അവിടെ നിന്ന് ഇറങ്ങാം. ഇവിടെ നല്ല കേവാണല്ലേ. താഴത്തേക്ക് പോയ മിക്കവാറും വല്ല അയണല്ല. അതന്നെ എനിക്ക് ഉദ്ദേശിച്ചത് അതാകുമ്പോ. എനിക്ക് മെയിനായിട്ട് ആവശ്യം കോളാ. അയണ് ഒരെണ്ണം കിട്ടിയാൽ വളരെ നന്നായിരിക്കും എന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. ഓക്കെ ഏട്ടാ, ഇവിടെ നിന്നല്ലേ, ഇവിടെ നിന്നാണ് കേവ് സ്റ്റാർട്ട് ചെയ്യണം. എൻ്റെ ഓർമ്മയ്ക്ക് മുമ്പ് വീണ ഹാർഡ്കോർ അപ്പത്തീരുന്നുള്ള ബുദ്ധിയില്ല ഞാൻ. ഇറങ്ങണോ? എനിക്ക് അല്ലല്ലോ, ഒരു മിനിറ്റ്, എങ്ങനെ ഇറങ്ങുക ആർത്തിക്കട്ടെ. ഷീപ്പ് ആദ്യം നോക്കിന്ന പൊന്നും കണ്ടിട്ട് ഇപ്പൊ കുറെ വണ്ടി വരുന്നുണ്ട്. കോള് കാണുന്നുണ്ട്. കോളല്ലത്. വെയിറ്റ്, ഞാൻ അവിടെ ഇറങ്ങാം. അതെ, അവിടെ താഴെ ഒരു വഴിയുണ്ട്. ഇല്ലേ, കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. അവിടെ ഉണ്ട്. ഇല്ല, അല്ല ഉണ്ട്. ഈ വുഡ് കയറി അല്ലെങ്കിൽ ഇറങ്ങണ്ടായിരുന്നു. എന്താണ് ഇങ്ങനെ വഴി? ഡയറക്റ്റ് ഒരു വീഴ്ചയുണ്ടാ. അയ്യോ, ഇത് ഞാൻ ഈ ഷോഡ് വെച്ച് പൊട്ടിക്കണ. പോട്ടെ, എൻ്റെ കയ്യായി. സോഡ് നമുക്ക് ഉണ്ടാക്കണം കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കണം സത്യം പറഞ്ഞ സോഡൊക്കെ. ഓക്കെ ഈ വഴി ഇറങ്ങാം. അയ്യോ, പേടിച്ചു എന്റെ പൊന്നോ ഈ സാധനം. ഓക്കെ ഏട്ടാ, നമ്മൾ ഇറങ്ങി. ഗൈസ്, എനിക്ക് സോഡ് വേണം. ക്ലീപ്പർ ഗൈസ്. എൻ്റെ വല്ലതും ഉണ്ട് പറഞ്ഞു പോയി. എൻ്റെ അത് ഇങ്ങോട്ടെങ്ങനെ വരുമോ? അത് നീങ്ങിയാൽ നമുക്ക് നോക്കിയാൽ പോവായിരുന്നു. ഇത് കുറച്ച് മുകളിലാണല്ലേ. കുറച്ച് എടുത്തേക്കാം.
രണ്ടെണ്ണം എടുത്തുണ്ട്. ഈ വഴി ഇറങ്ങാം. അയ്യോ ക്രീപ്പർ അത് കണ്ടെന്നെ. ഈശ്വര തീർന്ന് ഹാർഡ് കോർ ഫസ്റ്റ് ഡേ. ഓ അയ്യോ എടാ ഇനി വഴി കേറാടാ. ഞാനിപ്പോ എങ്ങനെ കേറാ? എന്റെ പോട്ടെ പ്രാങ്ക് ഞാൻ പോകും. ഇത് എന്റെ പൊന്ന് കഴിച്ചെങ്കിൽ ചാവാൻ തീരെ താല്പര്യമില്ല. നമ്മൾ കുറച്ച് പ്ലാൻ കോഡ് വളരെ സക്സസ്ഫുൾ ആയിട്ട് തന്നെ പോണത്. എന്താ പറയുക ഓക്കെ നമ്മൾ കയറി വന്നു. എനിക്ക് അവിടെ നിന്ന് പോകാൻ ധൈര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ പോയില്ല. എനിക്ക് ഹാർഡ് കോർ വേൾഡ് മുന്നോട്ട് കൊണ്ടുപോകണം, അതിനായിട്ട് റിസ്ക് എടുക്കണം. പക്ഷെ എന്നാലും ചാവാൻ താല്പര്യമില്ല എനിക്ക്. അതെ എനിക്ക് ചാവാൻ. ഓ ഹണിബി ഹണി എടുത്ത് കഴിക്കാൻ പറ്റും എനിക്ക്. ഞാൻ ഇതുവരെ കഴിച്ചു നോക്കിയില്ല. ഞാൻ അങ്ങനെ മോഷ്ടിക്കുണ്ടാക്കില്ലെന്നല്ല. നമുക്ക് ട്രാവൽ ചെയ്താലോ എന്നാ? ഓക്കെ ഞാന് ഷിപ്പ് എടുത്ത് ട്രാവൽ ചെയ്യാം. അപ്പൊ പിന്നെ അതായിരിക്കും ഒരു നല്ല വഴി ഞാൻ പറയണേ. എന്റെ ഹെൽത്ത് ഇതുവരെ അതെന്താ മോളിന്ന് വീണിട്ട് എന്റെ ഹെൽത്ത് പോകാത്ത ഞാൻ ആലോചിക്കണേ. ഓക്കെ ഏട്ടാ കൈസ് നമ്മള് കുറച്ച് വുഡ് മൈനിയട്ടെ. എന്ന് വെച്ചാല് കേസ് നമ്മളായിട്ട് നമ്മളൊന്നും ചെയ്യാതിരിക്കണേക്കും നമ്മൾക്ക് നല്ലത്. അപ്പൊ നമ്മളങ്ങനെ ഞാൻ മിക്കവാറും ഈ രീതിയോട് തീർത്തായിരിക്കും. ഓക്കെ നമ്മുടെ വുഡൊക്കെ നമ്മള് മൈൻ ചെയ്ത് തീർത്തിട്ട് ഞാൻ വരാട്ടോ. ഓക്കെ ഗൈസ് ഞാൻ വുഡ് എടുത്തോണ്ടിരിക്കുന്ന സമയത്താണ് ഒരു സാധനം കണ്ടേട്ടാ ഗൈസ്. അതെ ഇവിടെ. ഓ വെയിറ്റ് ഗൈസ് കോള് കിട്ടിയിട്ടാ ഗൈസ്. അവിടെ വലിയ സീനില്ലാന്ന് തോന്നുന്നു. ഞാൻ കോൾ എടുക്കട്ടെ ഗൈസ്. കോൾ എനിക്ക് ആവശ്യമുള്ള സംഭവമാണ്. ഇവിടെ അത്യാവശ്യം കോൾ ഉണ്ട് ഗൈസ്. വാവ് ആ ക്രീപ്പർ വന്ന് പൊട്ടാണ്ടിരുന്ന സത്യം പറയാലോ എനിക്കത് പേടിയായിട്ടും കൂടുതൽ. അത് വന്ന് പൊട്ടിക്കഴിഞ്ഞാൽ ഞാൻ നിരസിക്കാരിക്കും. അങ്ങനെയുള്ള മനസ്സുള്ള ഞാനാ. ഓക്കെ ഡൈസ് ഞാനിത് അതും കൂടി ഉള്ളൂ അല്ലേ? ഓക്കെ അത് മൈന് സമാധാനം കഴിച്ച് നമുക്ക് ഇവിടെ ഉണ്ട്. പക്ഷേ അവിടെ വഴിയുണ്ട് കേട്ടോ. വല്ല മൂവ് വന്നാ എനിക്ക് പേടിയൊന്നുമില്ല അങ്ങനെ. പക്ഷെ അയം കിട്ടിയിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു. ഇത്ര ഉണ്ടാവണേ. സമാധാനം ഇത്ര ഉണ്ടായുള്ളൂ. ഓക്കെ ഡേയ്സ് നമുക്ക് ബോട്ട് ഉണ്ടാക്കിയിട്ട് ഇവിടുന്ന് പോവാട്ടോ ഗൈസ്. അതാണ് ഇന്നത്തെ എൻ്റെ പരിപാടി. ഇപ്പം എൻ്റെ ആലോചിച്ചുകൊണ്ട് മനസ്സിലിരിക്കുന്ന വളരെ ചിന്തകൾ. അതിന് മുന്നേ ഗൈസ് ഞാൻ എന്താ ചെയ്യാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഞാനൊരു സോഡ് ഉണ്ടാക്കും. എൻ്റെ സോഡ് പൊട്ടിൻ്റെയായിരുന്നു. നിങ്ങൾക്ക് അറിയാം ഓർമ്മയുണ്ടെങ്കിൽ. സോ ഇനി നമുക്ക് ബോട്ട് വേണം. ബോട്ട് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് പ്ലാങ്ക്സ് വേണം. ബോട്ട് എവിടെ? എടാ ബോട്ട് എങ്ങനെ ഉണ്ടാക്കുക? എടാ ബോട്ട് ഉണ്ടാക്കാൻ ആർക്കെങ്കിലും അറിയൂ? ഇത് പോരെ ബോട്ട് ഉണ്ടാക്കാൻ? അയ്യോടാ എനിക്ക് ബോട്ട് ഉണ്ടാക്കാൻ അറിയില്ല. ബെസ്റ്റ്. ഇനിയോട് പോളോ. ഞാനൊന്ന് ചിന്തിച്ച് നോക്കട്ടെ കേട്ടോ ഗൈസ്. ഇത് ബോട്ടല്ലേ? സെറ്റ്. ഞാൻ ബോട്ട് സെറ്റ് ആക്കിട്ട് ഗൈസ്. വെയിറ്റ് നൈറ്റ് ആവുന്നുണ്ട്. നമ്മള് നൈറ്റ് മാറ്റാനുള്ള ചിന്ത എന്താന്ന് വെച്ചാൽ ഇല്ല. ഇവനെന്താ ഒരു സമാധാനം കഴിച്ച് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ. ഓക്കെ സൈസ് നമ്മള് ഇങ്ങോട്ട് ചാടുമ്പോൾ സീൻ ടൗൺ പേടിക്കുന്നു. അവിടേക്ക് ചാടിനേക്കാളും ഇവിടെ ചാടണം ഗൈസ്. ഓക്കെ ഞാൻ ഇവിടെ എത്തുകയോ. ചാട്. ഓക്കെ നമ്മളിനി ഇവിടെ നിന്ന് മുങ്ങാനുള്ള പരിപാടിയാണ് ഗൈസ്. ഓക്കെ കേട്ടോ ഗൈസ് നമ്മൾ ട്രാവലിങ് തുടങ്ങിയിട്ട് ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്താൻ കേട്ടോ ഗൈസ്. ഇനി എൻ്റെ അടുത്ത പാർട്ട് വേണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യട്ടോ ഗൈസ്. താങ്ക് യു ഫോർ വാച്ചിങ് മാൻ. പിന്നെ ഗൈസ് വീഡിയോ എഡിറ്റിങ്ങും ഞാനാ ചെയ്തേട്ടോ ഗൈസ്.